നമസ്കാരം. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ നടത്തുന്ന പുതിയ നീക്കങ്ങൾ ഇന്ത്യൻ സുരക്ഷാ സേന അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കാൻ പാകിസ്ഥാൻ ഇപ്പോൾ ആശ്രയിക്കുന്നത് തുർക്കി നിർമ്മിത ഡ്രോണുകളെയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തുർക്കിയുടെ ബൈരക്തർ TB2 കോമ്പാറ്റ് ഡ്രോണുകളാണ് LOCക്ക് സമീപം വിന്യസിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇന്ത്യൻ സേന അതിർത്തിയിൽ ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ തുർക്കി ഡ്രോണുകളുടെ സാന്നിധ്യം ഇത്രയേറെ ആശങ്ക ഉണ്ടാക്കുന്നത്? പ്രധാനമായും ഇന്ത്യൻ അതിർത്തിയിലെ പ്രതിരോധ സംവിധാനങ്ങളിലെ വിടവുകൾ കണ്ടുപിടിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ബൈരക്തർ TB2 ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഉയർന്ന ശേഷിയുള്ള ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ക്യാമറകൾ ഉപയോഗിച്ച് അതിർത്തിയിലെ ഭൂപ്രകൃതിയും ഇന്ത്യൻ സേനയുടെ നിരീക്ഷണ ശൃംഖലകളും വളരെ കൃത്യതയോടെ മാപ്പ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യൻ പട്രോളിംഗ് സമയങ്ങൾ, അതിർത്തിയിലെ സെൻസറുകളുടെ കവറേജ്, നിരീക്ഷണത്തിന് തടസ്സമാകുന്ന പ്രദേശങ്ങൾ എന്നിവ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ പാകിസ്ഥാൻ രേഖപ്പെടുത്തുന്നു. ഇത്തരം വിവരങ്ങൾ ഭീകരവാദികൾക്ക് ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നുകയറാൻ സഹായകരമാകുമെന്നതാണ് പ്രധാന ഭീഷണി. ഇതുകൂടാതെ വളരെ തന്ത്രപരമായ മറ്റൊരു നീക്കവും ഈ ഡ്രോണുകൾ വഴി പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. സീറോ ലൈൻ എന്ന് വിളിക്കപ്പെടുന്ന അതിർത്തി രേഖയ്ക്ക് തൊട്ടരികിലൂടെ മനഃപൂർവ്വം പറന്ന് ഇന്ത്യൻ റഡാറുകളെ പ്രകോപിപ്പിക്കുക എന്നതാണത്. സാധാരണ രീതിയിൽ പാസീവ് ട്രാക്കിംഗ് നിരീക്ഷിക്കുന്ന ഇന്ത്യൻ റഡാർ നെറ്റ്വർക്കുകളെ ഡ്രോണുകളെ ലക്ഷ്യമിടാൻ വേണ്ടി സജീവമായ ആക്റ്റീവ് ടാർഗറ്റ് അക്വിസിഷൻ മോഡിലേക്ക് മാറ്റാൻ ഈ പറക്കലുകൾ നിർബന്ധിതമാക്കും. ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജീവമാകുന്നതോടെ അവയുടെ കൃത്യമായ ഫ്രീക്വൻസികൾ, സിഗ്നൽ ശേഷി, റഡാറുകളുടെ കാഴ്ചയെത്തുന്ന പരിധികൾ എന്നിവ പാകിസ്ഥാന്റെ സിഗ്നൽസ് ഇന്റലിജൻസിന് ചോർത്തിയെടുക്കാൻ സാധിച്ചേക്കും. ചുരുക്കത്തിൽ ഇന്ത്യൻ വ്യോമപ്രതിരോധത്തിന്റെ പോരായ്മകൾ മനസ്സിലാക്കാനുള്ള ഒരു റഡാർ ബെയ്റ്റായി ഈ ഡ്രോണുകളെ ഉപയോഗിക്കുകയാണ്. സാധാരണ ഉപയോഗിക്കുന്ന ചെറിയ ക്വാഡ്കോപ്റ്ററുകൾ പോലെയല്ല ബൈരക്തർ TB2 ഡ്രോണുകൾ. യുദ്ധക്കളങ്ങളിൽ തങ്ങളുടെ ശേഷി തെളിയിച്ചിട്ടുള്ള മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് വിഭാഗത്തിൽപ്പെടുന്ന അത്യാധുനിക അറ്റാക്ക് ഡ്രോണുകളാണിവ. ലേസർ ഗൈഡഡ് മിസൈലുകളും സൂക്ഷ്മ പ്രഹരശേഷിയുള്ള ബോംബുകളും വഹിക്കാൻ ഇതിന് സാധിക്കും. അതിനാൽ തന്നെ ഇതൊരു കേവല നിരീക്ഷണ വിമാനം മാത്രമല്ല, ഏത് നിമിഷവും ആക്രമണം നടത്താൻ ശേഷിയുള്ള ആയുധം കൂടിയാണ്. നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്ത് ഇത്തരം ഡ്രോണുകൾ വിന്യസിക്കുന്നതിലൂടെ ഇന്ത്യൻ സുരക്ഷാ സേനയുടെ പ്രതികരണ സമയം വൻതോതിൽ കുറയ്ക്കാൻ പാകിസ്ഥാന് സാധിക്കുമെന്നാണ് അവർ കരുതുന്നത്. കേവലം വിവര ശേഖരണത്തിനായി പറന്നുയരുന്ന ഒരു ഡ്രോണിന് നിമിഷങ്ങൾക്കകം ഇന്ത്യയുടെ മുൻനിര പോസ്റ്റുകൾക്കോ വെടിക്കോപ്പ് ഡിപ്പോകൾക്കോ നേരെ ആക്രമണം നടത്താൻ കഴിയും. എന്നാൽ ഈ ഭീഷണിയെ ലഘൂകരിച്ച് കാണാൻ ഇന്ത്യ തയ്യാറല്ല. അത്യാധുനിക കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളും തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ഈ നീക്കങ്ങളെ ചെറുക്കാൻ ഇന്ത്യൻ സേന സജ്ജമാണ്. അതിർത്തിയിലെ ഓരോ ചലനവും ഇന്ത്യ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.